ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ ഇന്ന് ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനെന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ SSC മലയാളി കമ്മ്യൂണിറ്റിയിലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ടീം SSC മലയാളി എന്ന്. ആ ടീം SSC മലയാളിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ കടന്നുപോയിക്കൊണ്ടൊരു മുഹൂർത്തമാണ്. സന്തോഷം മാത്രമല്ല, അഭിമാനം കൂടെ തോന്നും കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, ഇന്നലെ രാത്രി SSC CGL 2024 എക്സാമിൻ്റെ റിസൾട്ട് വന്നു, ഔട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി ആയിട്ട് രൂപീകരിച്ചിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ തുടങ്ങിയിട്ട് 4-5 വർഷമായി. പല രീതിയിലും പല ടെലഗ്രാം ഗ്രൂപ്പിലൂടെ ആയാലും നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ക്ലാസ്സുകളായാലും ഒക്കെ നമ്മൾ തുടങ്ങിയിട്ട് കുറേ ആയി. പക്ഷേ ഒരു ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി ആയിട്ട് രൂപീകരിച്ചിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ശേഷമുള്ള ആദ്യ റിസൾട്ടാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ റിസൾട്ടൊന്നും നമ്മളങ്ങനെ ഇതുവരെ നമുക്കൊന്നും റിസൾട്ടുകളോ കാര്യങ്ങളോ ഒന്നും നമ്മളങ്ങനെ ഔട്ടായിട്ടോ പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ച് ചെയ്യേണ്ട. പക്ഷെ അപ്പോഴാണ് എൻ്റെ കൂടെയുള്ള പല ആളുകൾ എന്നോട് പറഞ്ഞത്, സഫർ നീ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. ആ ലക്കി ഭാസ്കർ സിനിമയിൽ പറയുന്നുണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായാൽ പോരാ, പൈസ ഉണ്ടെന്ന് 4 പേർ അറിയണം, എന്നാലേ നമുക്ക് നാട്ടിലൊരു നിലയും വിലയൊക്കെ കിട്ടുള്ളൂ. ആ ഒരു ഇതാണ് എനിക്ക് ഇവിടെയും തോന്നിയത്. കാരണം നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടായാൽ പോരാ, കുട്ടികളിത് അറിയണം. 4 പേർ അറിഞ്ഞാലേ SSC മലയാളി എന്താണ്, SSC മലയാളി ഈ ഒരു കമ്മ്യൂണിറ്റി, അതായത് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാം പഠിക്കുന്ന കുട്ടികളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് 4 പേർ അറിഞ്ഞാലേ നമുക്കൊരു നമ്മളെ പറ്റി കുട്ടികൾ അറിയുള്ളൂ അല്ലേ. അല്ല നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ട്, നമ്മളിതൊന്നും ആരോട് പറയാതെ ഒതുങ്ങി നടന്നാൽ നമ്മൾ ഈ കാലാകാലങ്ങൾ തന്നെ നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഈ മാർക്ക് വന്നപ്പോൾ കുട്ടികളുടെ മാർക്കൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. പല ആളുകളും നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്തു. പല ആളുകളും നമുക്കറിയാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ കുട്ടികളാണ്, പല നേരിട്ട് നമുക്കറിയാം. പല ആളുകൾ അറിയാത്തവരെ നമ്മൾ കോൺടാക്ട് ചെയ്തു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് SSC മലയാളി ഉപകാരപ്പെട്ടിട്ടുള്ളത് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടികൾ എനിക്ക് കുറച്ച് റിവ്യൂ ആയിട്ട് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ആ റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിലെല്ലാവരും ഇല്ല, നമുക്ക് എല്ലാവരും കോൺടാക്ട് ചെയ്ത് വാങ്ങുന്ന നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ ആദ്യം 2000 റാങ്കിൻ്റെ ഉള്ളിലെത്തിയ, അതായത് കേരളത്തിലെ ഒരു 20 റാങ്കിൻ്റെ ഉള്ളിലെത്തിയ കുട്ടികളുടെ റിവ്യൂ, അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, മൊത്തം റിസൾട്ട് കാണിക്കാൻ നമുക്ക് ഈ ഒരു വീഡിയോ മതിയാവില്ല SSC മലയാളിൻ്റെ. ഇതന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, ഈ കുട്ടികളെ കാണിക്കാൻ പോകുന്ന കുട്ടികളുടെ എല്ലാം ക്രെഡിറ്റ് എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ SSC മലയാളിയാണ് അവർക്ക് റാങ്ക് വാങ്ങിച്ചു കൊടുത്തത്, SSC മലയാളി കാരണമാണ് അവരെല്ലാം എത്തിയെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഒരു ഫീൽഡിലൂടെ കടന്നു പോയ ഒരാളെന്ന നിലയിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു കുട്ടിയുടെ പ്രിപ്പറേഷനിൽ അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എത്ര പങ്കുണ്ട്, ബാക്കിയുള്ള ടീച്ചർമാർക്ക് എത്ര പങ്കുണ്ട്, അത് സ്വയം നമുക്ക് എത്ര പങ്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. ഒരു മെജോറിറ്റി 90% നമ്മൾ സ്വയം എത്ര പഠിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അല്ല നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചോ അല്ലെങ്കിൽ ആരാണ് നമ്മൾ ക്ലാസ് എടുത്ത്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ മെജോറിറ്റി ഒരു 80-90% നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടികൾ അത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയ റിസൾട്ടിൻ്റെ മുകളിൽ എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലെ ഒന്ന് റിസൾട്ട് നമ്മുടെ റിസൾട്ടാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഒറ്റ കാര്യം അവരോട് പറഞ്ഞിട്ടുള്ളൂ, SSC മലയാളി എന്ന് പറഞ്ഞ സംഭവം അത് ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സുകളായിക്കോട്ടെ, ടെലഗ്രാം കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, പല രീതിയിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് SSC മലയാളി. അവിടെ നിങ്ങൾക്ക് എങ്ങനെ ഏത് രീതിയിലാണ് SSC മലയാളി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് നിങ്ങൾ നമുക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ അയച്ചു തന്നാൽ മതി. ഫേക്ക് ആയിട്ട് ഒന്നും വേണ്ട. ഞാൻ ഇങ്ങനെ തന്നെ കുട്ടിയോട് പറഞ്ഞിട്ടുള്ളത്, ഫേക്ക് ആയിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അത് നമുക്ക് അയച്ചു തരാന്നുള്ളത്. അപ്പോൾ ആ കുട്ടികൾ, പല കുട്ടികളും നമുക്ക് അയച്ചു തന്നു. പല കുട്ടികളും ഒരു കുട്ടി എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്, അപ്പോൾ അവർ എന്ത് വിചാരിക്കും, അതുകൊണ്ട് ഞാൻ വേണ്ട. കാരണം അവർ നമ്മുടെ SSC മലയാളിയുടെ ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഓൾറെഡി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായതുകൊണ്ട് അവർക്ക് നമുക്കൊരു തരാനുള്ളൊരു മടി. അങ്ങനെ തരാത്ത ആളുകളുണ്ട്, അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഞാനൊരു കുറ്റമൊന്നും പറയുന്നില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു തോന്നൽ കൊണ്ടായിരിക്കും. ചില ആളുകൾ നമ്മുടെ കമ്മ്യൂണിറ്റി നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ തരാനുള്ളൊരു മടി. അത് വളരെ ചുരുക്കം കേട്ടോ, വിരലുണ്ടാകുന്ന വളരെ ചുരുക്കം ആളുകൾ. ബാക്കി എല്ലാ മെജോറിറ്റി ആളുകളും അവർ നല്ല മാർക്ക് വാങ്ങി അതിൽ SSC മലയാളികളുടെ അവർ പങ്കെന്താന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ടോപ്പ് കേരളത്തിൽ 20 റാങ്കിലെത്തിയ ആളുകൾ, അതല്ലെങ്കിൽ ഓൾ ഇന്ത്യ 2000 റാങ്കിൻ്റെ ഉള്ളിൽ എത്തി. ഇത് കറക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ റാങ്ക് ചിലപ്പോൾ അങ്ങോട്ടോ 1-2 റാങ്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കാരണം ഞാൻ ഈ റാങ്ക് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നും എക്സാം എഴുതിയ 9 to വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എക്സാം കണ്ടിട്ട് കുട്ടികൾ മാത്രമാണ്. പുറത്തൊക്കെ എഴുതിയ കുറച്ച് ചുരുക്കം ചില ആളുകൾ ചിലപ്പോൾ കേരളത്തിൻ്റെ പുറത്തും KKR റീജിയൻ്റെ പുറത്തും പരീക്ഷ എഴുതിയ ആളുകളുണ്ട്. അപ്പോൾ അവരുടെ ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് കാണിക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഇതാ കേരള റാങ്ക് 1 അക്ഷയ് കൃഷ്ണ KR, കൊല്ലത്തു നിന്നുള്ള ആളാണ്. പക്ഷേ നോക്കിയേ, എനിക്ക് തോന്നുന്നു 342 റോ സ്കോർ ഉണ്ടായിരുന്നു. അത് അങ്ങോട്ടോട്ട് മാറിയിട്ട് ഇപ്പോൾ കേരളത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് 60 കേരളത്തിൽ 1ാം റാങ്ക്. ഈ അക്ഷയെ എനിക്ക് പേഴ്സണലായിട്ടൊന്നും അറിയില്ല. പക്ഷേ മാർക്ക് വന്ന ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ SSC മലയാളിയുടെ യൂട്യൂബ് ക്ലാസ്സുകളെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ ബേസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി, അങ്ങനെയാണ് ഞാൻ ഈ പ്രിപ്പറേഷനിലോട്ട് ഇറങ്ങുന്നത് എന്നോട് മെസ്സേജ് അയച്ച് ഇങ്ങോട്ട് പറഞ്ഞു. സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നി. കാരണം നമ്മളാരും അങ്ങോട്ട് പോയി പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യം നമ്മൾ ഒന്ന് വിളിച്ചിട്ട് അവരോട് പറയുകയാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല അക്ഷയ്. പക്ഷേ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് എനിക്ക് പറഞ്ഞു വളരെയധികം SSC മലയാളി യൂസ്ഫുൾ ആയിട്ടുണ്ട്. കുറേ ആളുകൾ ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക ചെയ്ത്, കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ചോദിച്ചു. പക്ഷേ ഈ അക്ഷയ് എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യുക ചെയ്ത്, ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ
വളരെയധികം ക്ലാസ്സുകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. SSC മലയാളി യൂട്യൂബ് ചാനൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. പുതിയ കുട്ടികൾക്ക് ചിലപ്പോൾ അറിയാൻ സാധ്യത കുറവാണ്. പക്ഷേ ഒന്ന് എടുത്ത് നോക്കുക. ഒരുപാട് വീഡിയോസ് നമ്മളതിൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ റെലവൻറ്റ് കണ്ടൻറ്റ് നമ്മളതിൽ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം അഫോർഡബിൾ ആയിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്, എത്രത്തോളം ഫ്രീ ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാതെ മനസ്സിലാവും. ഇപ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താ പറയുക വീഡിയോ നോക്കിയിട്ട് ക്ലാസ്സുകൾ കുറക്കാന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. സത്യം പറഞ്ഞാൽ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. അതും നമ്മൾ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ SSC മാരായിട്ട് RRBയിലെ കുറച്ച് ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട്. RRB മലയാളി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയിട്ട് അതിലിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മൾ അതിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ക്ലാസ്സുകൾ, അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ട് രീതിയിൽ, അതായത് വളരെ കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമ്മൾ നമ്മുടെ ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ക്ലാസ്സുകളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഇവർ SSC പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാൾ പഠിക്കാതിരിക്കുക തന്നെയാണ് നമ്മുടെ മോട്ടോ കേട്ടോ. അത് നമ്മൾ തുടങ്ങുന്ന സമയത്ത്, ഇപ്പോഴല്ല, നമ്മൾ തുടങ്ങുന്ന സമയത്തായാലും ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ക്ലാസ്സുകളൊക്കെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടിട്ടാണ് പഠിച്ചിട്ട് ഒരാൾ ഇന്ന് കേരളത്തിൽ റാങ്ക് 1 ആയിട്ട് ഓൾ ഇന്ത്യ 60 റാങ്കാണ് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ, ഈ ചിലപ്പോൾ ഒരാൾ അങ്ങോട്ട് ഇല്ലാന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം പേഴ്സണലി ഞാൻ നോക്കുമ്പോൾ ആരും കാണുന്നില്ല 60 റാങ്കിന് മുമ്പ് അങ്ങനെ കേരളത്തിൽ നിന്ന് കിട്ടിയ ആരും ഞാൻ കണ്ടിട്ടില്ല. ഇനി അങ്ങനെയാണെങ്കിൽ എന്തായാലും 60 റാങ്ക്, ഓൾ ഇന്ത്യ റാങ്ക് 60, കേരളത്തിൽ 1 റാങ്കോട് കൂടി അക്ഷയ്. വളരെ അക്ഷയനോട് സത്യം പറഞ്ഞാൽ വളരെ താങ്ക്സ് ഉണ്ട്. കാരണം നമ്മൾ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ പറയുന്നതാണ്. പക്ഷേൻ്റെ എങ്ങനെയാണ് അക്ഷയ് SSC മലയാളി യൂസ്ഫുൾ ആയിട്ടുള്ള അക്ഷയ് തന്നെ എഴുതിയിട്ട് നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു കാര്യം. അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് വായിക്കുന്നൊന്നുമില്ല, നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. കാരണം പല ആളുകളും പറയുന്നത് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പൊക്കെയാണ്. അതുപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പറയുന്നത് ടെലഗ്രാം ഗ്രൂപ്പ്. കാരണം അത്രയും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേഷനും കാര്യങ്ങളും നടക്കുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് വേറെ കേരളത്തിൽ SSCക്ക് വേണ്ടിയിട്ടില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഡിസ്കസ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. നമ്മളൊക്കെ ഹിന്ദിക്കാരുടെ ഗ്രൂപ്പിലൊക്കെ പോയിട്ടാണ് പല കാര്യങ്ങളും പഠിച്ചതും ചോദിച്ച ഡൗട്ടൊക്കെ. അന്ന് ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും ചേർന്ന് രൂപീകരിച്ച ഒരു കമ്മ്യൂണിറ്റിയാണ് SSC മലയാളി. ഇന്ന് നിങ്ങൾക്ക് SSCയുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ആയിക്കോട്ടെ, SSC RRB പരീക്ഷകളുമായിട്ട് എന്ത് ഡൗട്ട്, അത് ടോപ്പിക്കായിട്ട് ഔട്ട് ഓഫ് ടോപ്പിക് ആയിട്ട് എന്ത് ഡൗട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ അതിൻ്റെ റിപ്ലൈ കിട്ടും. അത്രയും ആക്റ്റീവായിട്ട് ആ കമ്മ്യൂണിറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയൊക്കെ മാത്രം പഠിച്ച് സെൽഫ് സ്റ്റഡി, അതായത് ആ കമ്മ്യൂണിറ്റി യൂസ് ചെയ്തിട്ട് സെൽഫ് സ്റ്റഡി നടത്തി പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറിയ ആളുകളും ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അക്ഷയിൻ്റെ കാര്യം പറഞ്ഞ് രണ്ടാമത്. ഓക്കെ, 2ാം റാങ്ക് അല്ല, കേരള 3ാം റാങ്ക് ഫാസിലെ നമ്മുടെയൊക്കെ ഫ്രണ്ടാണ്. നമ്മളെ ഈ SSC മലയാളി കമ്മ്യൂണിറ്റി തുടങ്ങുന്ന കാലം മുതലേ ആ ഗ്രൂപ്പിലുള്ള ഒരാളാണ്. വളരെ ആക്റ്റീവായിട്ട് ടെലഗ്രാം ഗ്രൂപ്പായാലും നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളെല്ലാം കണ്ട് ഇപ്പോൾ CGA ഓഡിറ്ററായിട്ട് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യണം. അപ്പോൾ അതും ഒരു ഇൻസ്പിറേഷനാണ്. പല ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ജോലി കയറിയാൽ പഠിക്കാൻ പറ്റൂ, ജോലി കയറി കഴിഞ്ഞാൽ പിന്നെന്താ, നിങ്ങൾ ഓൾറെഡി ഒരു കോച്ചിങ് എടുത്ത് നിങ്ങൾ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെറിയൊരു കോച്ചിങ്ങിന് അല്ല ചെറിയ ജോലി ചെയ്തിട്ട് പഠിച്ചാൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ചില എക്സാമ്പിളൊക്കെയാണ് ഫാസിലൊക്കെ. ഓൾറെഡി തിരുവനന്തപുരത്ത് CGA ഓഡിറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പരീക്ഷയ്ക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ന് നല്ലൊരു റാങ്കോട് കൂടി, അതായത് ഓൾ ഇന്ത്യ 93 റാങ്കും കേരളത്തിൽ 3ാം റാങ്കോട് കൂടി എക്സാം ക്ലിയർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ അത് മാത്രമല്ല വേറെ സന്തോഷമായിട്ടുള്ള കാര്യം പറയാൻ വെച്ചാൽ ഇതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ കേരളത്തിൽ ടോപ്പ് 100 റാങ്കിലൊക്കെ നോക്കിയാൽ ഒന്നോ മാക്സിമം ഒന്ന് ഓരോ മലയാളിക്ക് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 2022 പരീക്ഷയ്ക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് 200 പോലും ഒരു മലയാളി ഇല്ല. പക്ഷേ ഈ വർഷം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവർ 2 പേര് പുറമെ ഒരാളും കൂടി ഉണ്ട്. ടോപ്പ് 100ൽ 3 മലയാളികളാണ് വന്നിട്ടുള്ളത്. മൊത്തത്തിലുള്ള ആൾക്കാരുടെ എണ്ണം നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ടോപ്പ് റാങ്കിലെത്തുന്നതിൽ മലയാളികളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഇത് നമ്മൾ വീണ്ടും കൂട്ടി നമുക്ക് മുകളിലോട്ട് എത്തണം കേട്ടോ. അല്ലാതെ നമ്മളെല്ലാം കൂടെ ചെയ്യുന്നല്ല. പക്ഷേ അത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇത് എണ്ണം കൂടും. കാരണം അതാണ് നമ്മൾ കഴിവില്ലാത്ത ആളുകളല്ല, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കഴിവില്ലാത്ത ആളുകളല്ല, പക്ഷേ നമുക്ക് അറിവില്ലായ്മയാണ് പ്രശ്നം. പക്ഷേ കൂടുതൽ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഈ 100ൽ 3 എന്നുള്ളത് 4 ആവും, 5 ആവും, 6 ആവും ഒക്കെ ചെയ്യും. കാരണം നമുക്കറിയാം UPSC പരീക്ഷകൾ, ചില പരീക്ഷകളൊക്കെ ടോപ്പ് 100ൽ 10 പേര് വരെ മലയാളികൾ വന്ന ചരിത്രമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരാളൊക്കെ കയറിയാലായി, ചിലപ്പോൾ അതും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്തയും കൂടി ഞാൻ പറയുകയാണ്. അത് CHSLലും അങ്ങനെ തന്നെയാണ്. CHSLലും എനിക്ക് തോന്നുന്നു ടോപ്പ് 100ൽ 2-3 ആളുകൾ കേരളത്തിൽ നിന്നുണ്ട് കേട്ടോ. ഈ CGLനും ആ റിസൾട്ട് ഉണ്ട്. അപ്പോൾ അത് ഒരു ട്രെൻഡായി മാറും. ഇനി അങ്ങോട്ട് ആൾക്കാരുടെ എണ്ണം കൂടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത്. പിന്നെ വേറെ ഒന്ന് ഒരാൾ മുഹമ്മദ് നിബ്രാസ്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ പറയട്ടെ, SSC മലയാളിൻ്റെ ആദ്യ ഓഫ്ലൈൻ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അത് നമ്മൾ കഴിഞ്ഞ ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്ത ഓഫ്ലൈൻ ബാച്ചിൽ നമ്മുടെ സ്റ്റുഡൻ്റാണ് മുഹമ്മദ് നിബ്രാസ്. ഓൾ ഇന്ത്യ റാങ്ക് 106 റാങ്കാണ്. കേരള റാങ്ക് 4. അവരുടെ പോസ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. എല്ലാവരും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് പിന്നാലെ പോയപ്പോൾ നിബ്രാസിന് താല്പര്യം തോന്നിയിട്ട് എനിക്കൊന്നാണ് എൻഫോഴ്സ്മെന്റ് ഓഫീസറാണ്. EDയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യാനാണ് നിബ്രാസിന് ആഗ്രഹം. നിബ്രാസ് സെലക്ട് ചെയ്തിട്ടുള്ള അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നിബ്രാസ്. നമ്മൾ SSC മലയാളി കമ്മ്യൂണിറ്റിയെ പറ്റി കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളത് വായിച്ചു നോക്കാം. ഏത് രീതിയിലാണ് ടോപ്പേഴ്സിന് SSC മലയാളി യൂസ്ഫുൾ ആയിട്ടുള്ളത് അവർ നമുക്ക് എഴുതി, ഞാൻ വീണ്ടും പറയുന്നു, അവർക്ക് വേണ്ടി നമ്മൾ എഴുതിയതല്ല കേട്ടോ. അവർ നമുക്ക് എഴുതി ഇങ്ങോട്ട് അയച്ചു തന്ന റിവ്യൂസാണ് ഇതെല്ലാം. ഓക്കെ, ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർ, താല്പര്യമുള്ളവർ എങ്ങനെയാണ് ഏത് രീതിയിലാണ് SSC മലയാളി അവരെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവർ എഴുതുന്നതാണ്. പിന്നെ അടുത്തത് വൈഷ്ണവ്, നമ്മുടെ ചങ്കാണ്. കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ടുള്ള പരിചയമാണ്. നമ്മുടെ SSC മലയാളിയിലെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മുതൽ ഇപ്പോൾ ഇന്ന്
ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫുൾ ടൈം എപ്പോഴും ആക്റ്റീവായിട്ട് ആളുണ്ട്. ഈ ആൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നപ്പോൾ ഇതൊരു ഇവരെ നമ്മളാണ് പഠിപ്പിച്ചതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇവരൊക്കെ ഓൾറെഡി ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ലെവലാണ്. പക്ഷേ എന്താ പറയുക, ഇവൻ മാത്രമല്ല, ഇവൻ്റെ കൂടെയുള്ള ആളുകൾക്കും കൂടെ ഒരു പ്രചോദനമാണ്. കാരണം നമ്മൾ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും, എന്നിട്ട് ഇവനെ കമ്പയർ ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ളവർ പഠിക്കുക. ആ രീതിയിലൊക്കെയാണ് നമ്മളെ കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് നമ്മൾ കൂടെ ഉണ്ട്. കാര്യം കണ്ട് വളരെ നല്ല, എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ റാങ്ക് കുറവാണെന്ന് തോന്നുന്നു. ഓൾ ഇന്ത്യ 228 റാങ്ക് ഒന്നും കിട്ടിയാൽ പോരാ, വളരെ നല്ലൊരു റാങ്ക്. കാരണം പേഴ്സണലി എനിക്ക് അറിയുന്ന ആളുകളായിട്ടാണ് ഞാൻ പറയുന്നത്. ഇത്രയും നല്ലൊരു ലെവലൊക്കെ ഉള്ള ആളുകളാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവൻ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അവൻ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ മെൻഷൻ ടു മൈ പിയർ ഗ്രൂപ്പ് എന്നാണ്. ഇവിടെ അവന് ചുറ്റും അവന് കൂടെ നിന്ന് പഠിക്കാൻ ഒരു പിയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ നമ്മളെ കൂടെയുള്ള ആളുകളും കൂടെ നമ്മൾ എത്രത്തോളം സഹായിക്കുന്നുണ്ട് എന്നുള്ളൊരു എക്സാമ്പിളാണ് ഈ പറയുന്നത്. അല്ല നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാൽ മാത്രം പോരാ. പല ആളുകളും ചെയ്യുന്ന ഒറ്റയ്ക്കിരുന്ന് അങ്ങനെ പഠിക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇതുപോലെ പിയർ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെയും കൂടി ഇരുന്ന് ഗ്രൂപ്പ് സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതാണ് വൈഷ്ണവിനെ പറ്റി. പിന്നെ അടുത്തത് ഖദീജ, ഓൾ ഇന്ത്യ റാങ്ക് 274, കേരള റാങ്ക് 6. ഖദീജനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഖദീജൻ്റെ അവസാനത്തെ അറ്റംപ്റ്റ് ആണ്. ഓൾറെഡി പണ്ട് നമ്മൾ ചെയ്ത ബൂസ്റ്റർ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ അവസാനത്തെ അറ്റംപ്റ്റ് ആണെന്ന് തോന്നുന്നു. എനിക്ക് എന്താ പറയുക, നേരിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ നോക്കുമ്പോൾ അവസാനത്തെ അറ്റംപ്റ്റ് ആണ്. ഈ അവസാനത്തെ അറ്റംപ്റ്റിൽ ഓൾറെഡി ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ പഠിച്ചിട്ട് 274 റാങ്കും ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരുടെ ഏജൊക്കെ കൂടുമ്പോൾ പല ആൾക്കാർക്കും പ്രശ്നമാണ് അല്ലേ. ഏജ് കൂടുമ്പോൾ എങ്ങനെയാണ് ഇനി ഏജ് കൂടിപ്പോയി, ഇനി ഇത് നിർത്തിപ്പോകാം, കുറച്ച് വയസ്സായി, ഇനിയിപ്പോൾ ഇതിലൊന്നും നിൽക്കണ്ട, ഇനിയിപ്പോൾ വേറെ ജോലിക്ക് വേറെ ഫീൽഡിൽ പോകാമെന്നൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഏജ് എത്രയായാലും നിങ്ങൾക്ക് ലാസ്റ്റ് അറ്റംപ്റ്റിലാണെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന എക്സാമാണ് ഖദീജ ഇതിൽ പറഞ്ഞിട്ടുള്ള കേട്ടോ, എക്സാമ്പിളാണ്. ഓക്കെ, പിന്നെ അടുത്തത് അഭിഷേകിനെ പറ്റി പറയുകയാണെങ്കിൽ 2 രീതിയിലാണ് അഭിഷേകുമായിട്ടുള്ള എനിക്ക് ബന്ധം. ഒന്ന് SSC മലയാളി ത്രൂ ഉള്ള ബന്ധവും, ഒന്ന് കോളേജിൽ എൻ്റെ ജൂനിയറും ആയിരുന്നു അഭിഷേക്. ഞാൻ 2012 ബാച്ചായപ്പോൾ 2014 ബാച്ചിലുള്ള ആളാണ് അഭിഷേക് കേട്ടോ. അഭിഷേകും ഇതുപോലെ റിസൾട്ട് വന്ന സമയത്ത് എനിക്കറിയില്ലായിരുന്നു അഭിഷേകിന് ഇത്ര നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണെന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി അറിയില്ലായിരുന്നു. പക്ഷേ അഭിഷേകിന് ഇങ്ങോട്ട് വന്ന് മെസ്സേജ് പറഞ്ഞു, ചേട്ടാ ആ ലിസ്റ്റിലുള്ള 3ാമത്തെ പേര് ഇതല്ല, നമ്മൾ ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ റാങ്ക് ലിസ്റ്റ് കുട്ടികളുടെ മാർക്ക് അനുസരിച്ച്. ആ ലിസ്റ്റിൽ 3ാമത്തെ ആൾ എൻ്റെ പേരാണ്. ഇപ്പോൾ അതുപോലെ തന്നെ അത് നോക്കിയേ, ഓൾറെഡി SBI PO ജോലി കിട്ടിയ ആളാണ്. SBI POയിൽ കിട്ടി. അവിടെ വർക്ക് പ്രഷറും കാര്യങ്ങളും കൊണ്ട് നിൽക്കാൻ പറ്റാഞ്ഞിട്ട് അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് വീണ്ടും പരീക്ഷ എഴുതി ഇപ്പോൾ വീണ്ടും 2ാമത് SSC ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതും വളരെ നല്ലൊരു മാർക്ക് കൂടി. നോക്കി, ഓൾ ഇന്ത്യ 306 റാങ്കാണ്, കേരളത്തിൽ 7 റാങ്കാണ്. ആഗ്രഹിച്ച ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ പോസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കി എത്ര പേരായി, 1, 3, 4, 5, 6, 7. അടുത്ത സനദിനെയും പേഴ്സണലി ഇതിൽ പല ആളുകളെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. പക്ഷേ ഇവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്. അപ്പോൾ സനദ് സെൽഫ് സ്റ്റഡിയാണ്. അതായത് കോച്ചിങ് ഒന്നും പോയിട്ടില്ല, ഒറ്റയ്ക്ക് പഠിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് പഠിക്കുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തന്നെയാണ് നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി യൂട്യൂബ് ചാനലൊക്കെ. ഇപ്പോൾ ഒരു കോച്ചിങ്ങിന് പോകുന്ന ഒരാൾക്ക് അവിടുത്തെ മെൻറ്റർ ഉണ്ടാവും, ടീച്ചർമാരുണ്ടാവും, കാര്യങ്ങൾ അവിടെ ക്ലാസ്സൊക്കെ എല്ലാവരും കൊടുക്കും. പക്ഷേ ഒറ്റയ്ക്ക് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ SC മലയാളി ടെലഗ്രാം ഗ്രൂപ്പ്. ആദ്യം തന്നെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് വന്നെന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിൽ നിങ്ങൾ 4 നോക്കിയാൽ മതി, അതിൽ തന്നെ നല്ല ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്ന വളരെ നല്ല രീതിയിലുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് മാത്രം കണ്ട് അതിൽ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് പഠിച്ച ഒരാളാണ് സനദ്. നോക്കിയേ, ഓൾ ഇന്ത്യ റാങ്ക് 576, കേരളത്തിൽ 9ാം റാങ്കാണ്. പിന്നെ പറയുന്നത് അലൻ മിഖായൽ ഇതുപോലെ എങ്ങനെയാണ് യൂസ് ആയിട്ടുള്ളത് കാര്യങ്ങൾ SC മലയാളിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബിൽഡിംഗ് ദ ബേസ് ആൻഡ് ക്ലാസ്സസ് എല്ലാം ഹെൽപ്ഫുൾ ആയിട്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത വൈഷ്ണവിയും പറഞ്ഞത് വൈഷ്ണവി ദിസ് ഈസ് മൈ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് CGL എന്ന് പറഞ്ഞത്. CGLൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ്. അപ്പോൾ പല ആൾക്കാർക്ക് സംശയം എന്ന് വെച്ചാൽ ആദ്യത്തെ അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമുള്ള ആളുകൾക്ക് ഒരു എക്സാമ്പിളാണ് വൈഷ്ണവി. ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് CGL ക്ലിയർ ചെയ്തിട്ടുള്ളതും വിത്ത് 1374 റാങ്ക് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ. ഓക്കെ, പിന്നെ അടുത്ത് രജിത്തും ഇതുപോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. രജിത്തിന് ഇതുപോലെ GST ഇൻസ്പെക്ടറാണ്, 1579 റാങ്ക് കേട്ടോ. അധികം ഞാൻ വെറുപ്പിക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോവാം. പിന്നെ അപർണ ഓൾ ഇന്ത്യ റാങ്ക് 1644, കേരളത്തിൽ 17ാം റാങ്കാണ്. അപ്പോൾ ഇത്രയാണ് ഒരു 2000-ൻ്റെ ഉള്ളിലുള്ള നമ്മുടെ റിസൾട്ട് അല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി അവർ നമുക്ക് അയച്ചു തന്നതാണ്. നമ്മുടെ റിസൾട്ട് ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല കേട്ടോ. കാരണം അത് ചെയ്താൽ അവരോട് ചെയ്യുന്ന ഒരു അനീതിയായി മാറും. ഓക്കെ, അപ്പോൾ കേരള റാങ്ക് 17 ഇതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കുള്ള സംശയം വെച്ചാൽ ഇത് ഇപ്രാവശ്യം SSC മലയാളിക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു റിസൾട്ടാണോ എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. ഇങ്ങനെയല്ല കേട്ടോ. കഴിഞ്ഞ 2020 SSC മലയാളി കമ്മ്യൂണിറ്റി രൂപീകരിച്ച മുതൽ ഇത് തന്നെയാണ് അവസ്ഥ. എല്ലാ വർഷവും നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് കുട്ടികൾ നല്ല റാങ്കോട് കൂടി കയറി പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇതുവരെ നമ്മുടെ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്. ഇനി അങ്ങോട്ട് ഞാൻ 2 പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് നമ്മുടെ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റ് അല്ല. നോക്കിയേ, അഭിനവ് KR. നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രൊഫസർ എന്ന പേരിൽ ഉണ്ടാകുന്ന ഒരാളാണ്.
ഓക്കെ, കേരള റാങ്ക് 1 SSC CGL 2021 കേരള റാങ്ക് 1, ഓൾ ഇന്ത്യ റാങ്ക് 28 ഇന്ന് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അഭിനവ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ വളരെ ആക്റ്റീവായിട്ടൊരു മെമ്പർ ആയിരുന്നു. അന്നൊക്കെ നമുക്ക് ഈ റിസൾട്ട് ഉണ്ട്, പക്ഷെ അന്ന് പറഞ്ഞ പോലെ നമുക്കിത് കുട്ടികളെ അറിയിക്കേണ്ട, നാലാൾ അറിയിച്ചിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ഇല്ല എന്നുള്ളത് അറിയിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നമ്മളൊന്ന് ഫ്രീ ക്ലാസ്സുകൾ കൊടുക്കുന്നു, കുട്ടികൾ വരുന്നു, പഠിക്കുന്നു, പോകുന്നു, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ റിസൾട്ട് ഒന്നും അന്ന് നമ്മൾ എവിടെയും പബ്ലിക്കായിട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. പക്ഷേ അഭിനവൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മെമ്പറാണ്. ഇനി അടുത്ത വേറൊരാളെ പരിചയപ്പെടുത്തരാം. അരവിന്ദ് ശ്രീധരൻ 2020 CGL റാങ്കിൽ കേരള റാങ്ക്, CGL എക്സാമിൽ കേരള റാങ്ക് 1 അടിച്ചാണ്. അരവിന്ദിനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലായിട്ട് ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഒക്കെ ടെലഗ്രാം വഴിയുള്ള ബന്ധങ്ങളാണ്. ടെലഗ്രാം വഴി മെസ്സേജ് അയച്ച് അവൻ പല കാര്യങ്ങളും നമ്മൾ ഡൗട്ട് ചോദിക്കും, നമ്മൾ പറഞ്ഞു കൊടുക്കും, നമ്മൾ ഗൈഡൻസ് ഉണ്ട്, കാര്യങ്ങൾ ക്ലാസ്സുകൾ കാണുന്നു, അവൻ അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ആക്റ്റീവായിട്ട് കുട്ടികൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ ഉള്ളൊരു ബന്ധം ഇന്ന് വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റിയിലൂടെയുള്ള ഒരു ബന്ധമാണ് ഇതാ കേരള റാങ്ക് 1 കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ലാസ്റ്റത്തെ 2 റിസൾട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ SSC മലയാളി പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായതല്ല, കുറച്ച് കാലമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സന്തോഷം, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. ഈ ഒരു സന്തോഷം സത്യം പറഞ്ഞാൽ ഒരുപാട് പേരോട് നന്ദി പറയണമെന്നുണ്ട്. നന്ദി പറയുന്ന എപ്പോഴും നമ്മളൊരു ഇവൻറ്റിൻ്റെ അവസാനമായിരിക്കും. ഇതൊരിക്കലും അവസാനമല്ല, SSC മലയാളി തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് നന്ദി പറയുന്നതിൽ അർത്ഥം ഉണ്ടെന്നല്ല. എന്നാലും കുറച്ച് പേരെ ജസ്റ്റ് ഞാൻ ഒന്ന് പേരെടുത്ത് പറയാൻ പേടിയാണ് സത്യം പറഞ്ഞാൽ, ആരെങ്കിലും വിട്ടുപോകുന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് എൻ്റെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ സമയത്ത് ഉണ്ടായിരുന്ന അതുൽ സാറ്, റഷീദ് സാറ്, ജസീൽ സാറ്, പിന്നെ നവ്യ മാഡം, ജിനു, കിരൺ, പിന്നെ നമ്മുടെ ഇന്ന് സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഫാസിൽ, പിന്നെ വജൻ രാജീവ്, സനൂപ്, ഇങ്ങനെ ഒരുപാട് പേര് സ്റ്റാർട്ടിങ് സമയത്ത് നമ്മുടെ കൂടെ കട്ടക്ക് ഉണ്ടായിരുന്ന ഒരുപാട് പേര്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ, ഇത് എൻ്റെയോ അല്ലെങ്കിൽ വേറെ ആരുടെയോ ഒരു സിംഗിൾ എഫേർട്ട് കൊണ്ട് വന്ന സംഭവം അല്ല ഇത്. ഇത് ഒരുപാട് പേരുടെ അന്നത്തെ ആ ഒരു CGL, കാരണം നമ്മൾ അന്ന് തീരുമാനിച്ചതാണ്. കാരണം അന്ന് ഇതുപോലെ SSC പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് അവർക്കാർക്കും പഠിക്കാൻ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സമയത്ത് നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളൊരു ടീം, ഒരു 5-8 ആളുകൾ കൂടിയിട്ടിരുന്ന് അവരുടെ എല്ലാം കൂടെ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് SSC മലയാളി എന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നന്ദി പറയുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂടെയുള്ള ആളുകളുണ്ട്. നിഷാദ്, അതുപോലെ തന്നെ ബാസിം, അക്ഷയ്, അതുൽ, അങ്ങനെ ഒരുപാട്, ശ്രീലക്ഷ്മി, അങ്ങനെ ഒരുപാട് പേര്, നമ്മുടെ ഫാക്കൽറ്റീസ് ആയാലും നോൺ ഫാക്കൽറ്റീസ് മെമ്പേഴ്സ് ആയാലും ഒക്കെ, പിന്നെ നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയാലും വളരെയധികം നല്ല രീതിയിലാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഇതാണ് SSC മലയാളി കേട്ടോ. പല ആളുകളും നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല ഇത്രയും കാലം. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കാലം പറയാതെ കഴിഞ്ഞ 1.5 വർഷമായിട്ട്, ഒരു വർഷവും 3 മാസമായി നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ തുടങ്ങിയിട്ട്. ഇതുവരെ നമ്മൾ പറയാതിരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു CGL റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് SSC മലയാളി, ഇതാണ് SSC. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2000 വരെയുള്ള റാങ്ക് വരെയുള്ള കുട്ടികളെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇപ്രാവശ്യം 18,000 വരെ റാങ്ക് ലിസ്റ്റ് ഉണ്ട് അല്ലേ. 18,000 വരെ വേക്കൻസി ഉള്ളതുകൊണ്ട്, അപ്പോൾ ഈ 2000 വരെ എത്ര കുട്ടികളാണെങ്കിൽ 2000 to 18,000 എത്ര കുട്ടികൾ ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും റിവ്യൂ കാര്യങ്ങളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് മാത്രം ടോപ്പിലുള്ള കുറച്ച് കുട്ടികളുടെ മാത്രം വന്നാണ്. പക്ഷേ ഇതല്ല കേട്ടോ. ഒരുപാട് കുട്ടികൾ ഈ കമ്മ്യൂണിറ്റിയിൽ, നമ്മുടെ ഓഫ്ലൈൻ, ഓൺലൈൻ, ടെലഗ്രാം ഗ്രൂപ്പ്, യൂട്യൂബ് ചാനൽ, ഫ്രീ ക്ലാസ്, അങ്ങനെ ഒരുപാട് കുട്ടികൾ കേരളം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി തന്നെയാണ് SSC മലയാളി. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോകുന്ന കുട്ടികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ SSC ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നിമിഷവും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതിനുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഒത്തിരി ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇവരുടെ ആരുടെയും റിസൾട്ടിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കുന്നില്ല. കാരണം അങ്ങനെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് കേട്ടോ, എല്ലാവരും അല്ല, ചെറിയ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. കാരണം അവർ അവിടെ പഠിക്കാത്ത കുട്ടികളുടെ പോലും പേരെടുത്തിട്ട് അവരുടെ റിസൾട്ടാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യുന്നില്ല. കാരണം നമുക്കിവിടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ, ഇവർക്ക് എങ്ങനെയാണ് ഉപകാരപ്പെട്ടെന്ന് ഇവർ നമ്മൾ പറയുന്ന കാര്യം നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിൽ പല ആളുകൾ നമ്മൾ ഓഫ്ലൈൻ പഠിച്ച ആളുകളുണ്ട്, ക്രാഷ് കോഴ്സിൽ പഠിച്ച ആളുകളുണ്ട്, ഓൺലൈൻ പഠിച്ച ആളുകളുണ്ട്, നമ്മുടെ മെൻറ്റർഷിപ്പിലുള്ള ആളുകളുണ്ട്, നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, നമ്മുടെ യൂട്യൂബിലുള്ള ആളുകളുണ്ട്. അതായത് നമുക്ക് കുറച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ എത്രത്തോളം കുട്ടികൾ നമ്മളെ ഈ കമ്മ്യൂണിറ്റിയുമായി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നു മനസ്സിലാവും. ഇതിലിപ്പോൾ നമുക്ക് അയച്ചു തരാത്ത, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് പോലും അയച്ചു തരാത്ത കുറേ ആളുകളൊക്കെ ഉണ്ട്. അവരോടൊന്നും എനിക്ക് ഒരു ദേഷ്യമോ പരിവോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മൾ ഇനിയും കോൺടാക്ട് ചെയ്യാം. എന്തിനു വേണം നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഏതായാലും ഞാനിവിടെ നിർത്തുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, കാരണം നമുക്ക് എന്താ പറയേണ്ടത്. കാരണം സാധാരണ ഒരു വീഡിയോ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കധികം പറയാൻ പറ്റുന്നില്ല, കാരണം എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ആ ഒരു രീതിയിലുള്ള അത്രയും നല്ലൊരു സന്തോഷത്തിലാണ് ഇന്നലെ രാത്രി. കാരണം ഞാൻ നിങ്ങളെക്കാളും കൂടുതൽ ഞാനായിരുന്നു വെയിറ്റിംഗ് ഈ റിസൾട്ട് വരാൻ. ഈ റിസൾട്ട് വന്ന് കുട്ടികളെക്കാൾ, കാരണം കുട്ടികൾ നോക്കുന്നതിന് ഞാൻ എന്തെടുക്കും, SSCൻ്റെ സൈറ്റ് എടുക്കുന്നിട്ട് ഇങ്ങനെ റീലോഡ് ചെയ്ത് നോക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ റീലോഡ് ചെയ്ത് നോക്കുക, വന്നു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആദ്യം റിസൾട്ട് വന്ന് അറിഞ്ഞ് ഞാൻ തന്നെയായിരിക്കും. കാരണം അപ്പോഴും ഞാൻ റീലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അങ്ങനത്തെ അത്രയും സന്തോഷം. ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, കാരണം ഓക്കെ ശരി. അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഈ നമ്പറിൽ. ഓക്കെ ശരി. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.